മെറൈൻ ഡ്രൈവിൻ്റെ അരികിലുള്ള ഒരു ബെഞ്ചിൽ രവിയിരുന്നു. കടൽ ഭിത്തിയിൽ ആഞ്ഞടിക്കുന്ന തിരമാലകൾ വായുവിലേക്ക് ഉപ്പിട്ട മൂടൽമഞ്ഞ് അയച്ചു. മുമ്പേ എന്നത്തെയും പോലെ തിരക്കിലായിരുന്നു. പക്ഷെ രവിക്ക് താൻ ഒരു വേർപിരിയൽ ലോകത്താണെന്ന് തോന്നി. അവൻ്റെ കയ്യിൽ ഒരു ചെറിയ ഫോട്ടോ പിടിച്ചു. ഇപ്പോഴില്ലാത്ത ഒരു കാലത്തെ ഓർമ്മപ്പെടുത്തൽ. അവൻ്റെയും അഞ്ജലിയുടെയും ഒരു ചിത്രമായിരുന്നു അത്. അവൻ തൻ്റെ ജീവിതകാലം മുഴുവൻ അവളോടൊപ്പം ചെലവഴിക്കുമെന്ന് കരുതി. എന്നാൽ അത് ഒരു വർഷം മുമ്പായിരുന്നു. രവിയെ ഉപേക്ഷിച്ച് ഫാഷൻ ഡിസൈനിങ്ങിൽ തൻ്റെ കരിയർ പിന്തുടരാൻ അഞ്ജലി ലണ്ടനിലേക്ക് മാറിയിരുന്നു. സമ്പർക്കം പുലർത്താമെന്നും പരസ്പരം സന്ദർശിക്കാമെന്നും ദൂരെയാണെങ്കിലും ഒന്നിച്ച് കഴിയാമെന്നും അവർ വാഗ്ദാനം ചെയ്തിരുന്നു. എന്നാൽ സമയത്തിന് മികച്ച പ്ലാനുകൾ പോലും അനാവരണം ചെയ്യാനുള്ള ഒരു മാർഗമുണ്ടായിരുന്നു. കൂടാതെ കോളുകൾ ഇടയ്ക്കിടെ കുറഞ്ഞു, സന്ദേശങ്ങൾ ചെറുതായി. അവസാനം വരെ അവ പൂർണ്ണമായും നിലച്ചു. താൻ മുന്നോട്ട് പോകണമെന്ന് രവിക്ക് അറിയാമായിരുന്നു. പക്ഷെ എങ്ങനെയെന്ന് അവനറിയില്ല. അവർ ഒരുമിച്ചുള്ള കാലത്തെ യാത്രകൾ, ഓർമ്മകൾ, ജുഹു ബീച്ചിലെ നടത്തം, വഴിയരികിലെ തട്ടുകടകളിൽ രാത്രി വൈകിയുള്ള ചായ, അവർ പങ്കിട്ട ചിരി അവൻ്റെ ഹൃദയത്തിൽ ഭാരം പോലെയായിരുന്നത്. അവനെ അവ പിടിച്ചു നിർത്തി. ഒരു വൈകുന്നേരം അവൻ തൻ്റെ ചെറിയ അപ്പാർട്ട്മെൻറ്റിൽ ഇരുന്നപ്പോൾ അവൻ്റെ സുഹൃത്ത് ദീപക് ഇറങ്ങി വന്നു. ഒരു പിക്ക് മീ അപ്പ് ആവശ്യമുള്ളപ്പോൾ എപ്പോഴും അറിയാൻ തോന്നുന്ന തരത്തിലുള്ള ഒരു സുഹൃത്തായിരുന്നു ദീപക്. രവിയുടെ പ്രിയപ്പെട്ട പലഹാരമായ ഒരു പെട്ടി ജിലേബീസും 1-2 കുപ്പി തംസപ്പും അവൻ കൊണ്ടുവന്നു. രവി, നീ ഈ ഫങ്കിൽ നിന്ന് പുറത്തു കിടക്കണം. ദീപക് അവനോട് ഒരു ജിലേബി വാഗ്ദാനം ചെയ്തു. അഞ്ജലി മുന്നോട്ട് പോയി. നീയും അത് ചെയ്യാൻ സമയമായി. ജിലേബി കടിച്ചുകൊണ്ട് രവി നെടുവീർപ്പെട്ടു. അവൻ്റെ വായിൽ മധുരം പൊട്ടിത്തെറിച്ചു. പക്ഷേ അവന് അനുഭവിച്ച കഴിപ്പിനെ തുരത്താൻ അതിന് കഴിഞ്ഞില്ല. അത് അത്ര എളുപ്പമല്ല ദീപക്. നമുക്കുള്ളതെല്ലാം ഞാൻ എങ്ങനെ ഉപേക്ഷിക്കും? ദീപക് ഒരു നിമിഷം ആലോചിച്ചു. അമ്മൂമ്മ പറഞ്ഞിരുന്നത് എന്താണെന്ന് നിനക്കറിയുമോ? വിടുന്നത് പട്ടം പറത്തുന്നതിന് തുല്യമാണെന്ന് അവർ പറഞ്ഞു. നിങ്ങൾ വളരെ മുറുകെ പിടിച്ചാൽ അതിന് ഉയരാൻ കഴിയില്ല. പക്ഷെ കൃത്യസമയത്ത് നിങ്ങൾ വിട്ടയച്ചാൽ അതിന് വലിയ ഉയരങ്ങളിൽ എത്താൻ കഴിയും. രവി ആ രൂപകത്തെ നോക്കി പുഞ്ചിരിച്ചു. പക്ഷെ അയാൾക്ക് ബോധ്യമായില്ല. പക്ഷെ അത് വിട്ടയച്ച് തകർന്നടിഞ്ഞാലോ? അത് ജീവിതത്തിൻ്റെ ഭാഗമാണല്ലേ? ദീപക് മറുപടി പറഞ്ഞു. നിങ്ങൾ റിസ്ക് എടുക്കണം. ഇതിനകം പോയ എന്തെങ്കിലും നിങ്ങൾ മുറുകെ പിടിക്കുകയാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും ജീവിതത്തിൽ മുന്നോട്ട് പോകില്ല. ഉയരാൻ നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം വഴി കണ്ടെത്തേണ്ടതുണ്ട്. ദീപകിൻ്റെ വാക്കുകൾ പിന്നീടുള്ള ദിവസങ്ങളിൽ രവിയോടൊപ്പം ഉണ്ടായിരുന്നു. വരാനിരിക്കുന്ന സാധ്യതകൾ കാണാൻ കഴിയാതെ തൻ്റെ ഭൂതകാലത്തെ മുറുകെ പിടിക്കുകയാണെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. അഞ്ജലി അവളുടെ വഴി തിരഞ്ഞെടുത്തു. അയാൾക്ക് സ്വന്തമായി വഴി കണ്ടെത്തേണ്ടതുണ്ട്. വിടാനുള്ള സമയമായി. ചെറിയ ചുവടുകൾ എടുക്കാൻ രവി തീരുമാനിച്ചു. അഞ്ജലിയെ ഓർമ്മിപ്പിക്കുന്ന സമ്മാനങ്ങൾ, കുറിപ്പുകൾ, ചിത്രങ്ങൾ എന്നിവയിൽ നിന്ന് മോചനം നേടിക്കൊണ്ട് അവൻ തൻ്റെ അപ്പാർട്ട്മെൻറ്റ് വൃത്തിയാക്കിക്കൊണ്ട് ആരംഭിച്ചു. അത് വേദനാജനകമായിരുന്നു. പക്ഷേ അതൊരു മോചനം പോലെ തോന്നി. അവൻ വിട്ടയച്ച ഓരോ വസ്തുവും അവൻ്റെ ഹൃദയത്തിൽ നിന്ന് ഉയർത്തിയ ഭാരം പോലെയായിരുന്നു. അടുത്തതായി രവി പഴയ സുഹൃത്തുക്കളുമായി വീണ്ടും ബന്ധപ്പെട്ടു. അവൻ അത്താഴത്തിന് പോയി. ഒരു ക്രിക്കറ്റ് ലീഗിൽ ചേർന്നു. കൂടാതെ പാചകം ചെയ്യാൻ പോലും ശ്രമിച്ചു. പുതിയ പാചകക്കുറിപ്പുകൾ പരീക്ഷിക്കുന്നത് താൻ ആസ്വദിച്ചുവെന്നും ഭക്ഷണം തയ്യാറാക്കുന്ന ലളിതമായ പ്രവർത്തനത്തിൽ ആശ്വാസം കണ്ടെത്തിയെന്നും അദ്ദേഹം കണ്ടെത്തി. ഒരു ദിവസം പാർക്കിലൂടെ നടക്കുമ്പോൾ ഒരു കൂട്ടം കുട്ടികൾ പട്ടം പറത്തുന്നത് രവി കണ്ടു. ഊർജ്ജസ്വലവും സ്വതന്ത്രവുമായി പട്ടങ്ങൾ ആകാശത്തുയർന്നു. കുട്ടികൾ കൂടുതൽ ചരടുകൾ പുറപ്പെടുവിക്കുന്നത് അവൻ ശ്രദ്ധിച്ചു. പട്ടം പുതിയ ഉയരത്തിലെത്താൻ അനുവദിച്ചു. അപ്പോഴാണ് ദീപകിൻ്റെ രൂപകം മനസ്സിലായത്. വെറുതെ വിടുക എന്നത് ഭൂതകാലത്തെ മറക്കുകയോ തള്ളിക്കളയുകയോ ചെയ്യുന്നില്ലെന്ന് രവി തിരിച്ചറിഞ്ഞു. ജീവിതം ഒരു യാത്രയാണെന്നും ഓരോ ചുവടും വളരാനുള്ള അവസരമാണെന്നും അംഗീകരിക്കുക എന്നതായിരുന്നു അതിനർത്ഥം. അഞ്ജലി തൻ്റെ ജീവിതത്തിലെ ഒരു അധ്യായമായിരുന്നു. എന്നാൽ ഇനിയും ഒരുപാട് അധ്യായങ്ങൾ വരാനുണ്ട്. ഒരു പുതിയ വീക്ഷണത്തോടെ രവി മുന്നിലുള്ള സാധ്യതകളെ ഉൾക്കൊള്ളാൻ തുടങ്ങി. അവൻ പുതിയ ജോലിക്ക് അപേക്ഷിച്ചു. അത് അവനെ വെല്ലുവിളിക്കുകയും അവനെ വിവിധ സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യും.
കുടുംബത്തോടൊപ്പം സമയം ചെലവഴിക്കാൻ തുടങ്ങി. ഏവരുടെയും സ്നേഹത്തെയും പിന്തുണയെയും അഭിനന്ദിച്ചു. ഏറ്റവും പ്രധാനമായി അവൻ വീണ്ടും സ്വപ്നം കാണാൻ സ്വയം അനുവദിച്ചു. പുതിയ സാഹസികതകളും പുതിയ സൗഹൃദങ്ങളും പുതിയ സ്നേഹവും നിറഞ്ഞ ഒരു ഭാവി സങ്കല്പിക്കാൻ ശ്രമിച്ചു. രവിയുടെ യാത്ര എളുപ്പമായിരുന്നില്ല. ഓർമ്മകൾ പിറകോട്ട് വന്ന ദിവസങ്ങളുണ്ടായിരുന്നു. പക്ഷേ താൻ ശരിയായ വഴിയിലാണെന്ന് അവനറിയാമായിരുന്നു. വിട്ടുകൊടുത്ത് മുന്നോട്ട് പോകുന്നതിലൂടെ അവൻ നവീകരണത്തിൻ്റെയും സ്വീകാര്യതയുടെയും ഒരു ബോധം കണ്ടെത്തി. ഭൂതകാലം അവനെ പിന്നോട്ടടിച്ചില്ല. ആകാശത്ത് ഒരു പട്ടം പോലെ ഉയരങ്ങളിലേക്ക് ഉയരാൻ അയാൾക്ക് സ്വാതന്ത്ര്യമുണ്ടായിരുന്നു. If you love to watch this video, you can like, share and subscribe.